നമസ്കാരം. ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് കെണിയൊരുക്കി ശിവസേന. ശിവസേനയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത് മറ്റൊരു മഹാസഖ്യം. ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. ഉത്തർപ്രദേശിൽ താമര മണ്ണടിഞ്ഞേക്കും. ഉത്തർപ്രദേശ് വീണ്ടും തൂത്തുവാരാനുള്ള ബി.ജെ.പി നീക്കത്തിന് ശക്തമായ തിരിച്ചടി. എൻ.ഡി.എയിൽ ഉടക്കി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പുതിയ സഖ്യം രൂപീകരിക്കുന്നു. ബി.ജെ.പിയുമായി ഒരിക്കലും സഖ്യം ചേരില്ലെന്നാണ് ഇവരുടെ പ്രഖ്യാപനം. ശിവസേനയാണ് ഈ സഖ്യത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. അയോധ്യ വിഷയം ഉൾപ്പെടെ ഉയർത്തി വോട്ട് പിടിക്കുന്ന ശിവസേന ബി.ജെ.പി വോട്ടിൽ വിള്ളലുണ്ടാക്കുമെന്ന ഉറപ്പാണ്. ബി.ജെ.പിയുമായി ഉടക്കി നിൽക്കുന്ന സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയും ശിവസേനയ്ക്കൊപ്പം ചേർന്നേക്കും. ഇരു പാർട്ടി നേതാക്കളും ചർച്ച തുടങ്ങിയതായാണ് അറിയാൻ സാധിക്കുന്നത്. ബി.എസ്.പി സഖ്യം കോൺഗ്രസിനെ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ ബി.ജെ.പിക്ക് പ്രതീക്ഷ വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പാളയത്തിൽ പടവന്നത് ബി.ജെ.പിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യം ചേരാൻ തയ്യാറുള്ള പാർട്ടികളുണ്ടോ എന്ന് ശിവസേന പരിശോധിക്കുന്നുണ്ട്. ഈ വേളയിലാണ് ബി.ജെ.പിയുമായി ഉടക്കി നിൽക്കുന്ന എൻ.ഡി.എ കക്ഷിയായ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുമായി സഖ്യം ആലോചിക്കുന്നത്. ഇരു പാർട്ടികളും സഖ്യമുണ്ടാക്കിയാൽ ബി.ജെ.പിക്ക് അത് വലിയ വെല്ലുവിളിയാകും. ഉത്തർപ്രദേശിൽ ബി.ജെ.പി സർക്കാരിൽ അംഗമാണ് എസ്.ബി പാർട്ടി അധ്യക്ഷൻ രാജ്ബാർ. യു.പി മന്ത്രിയുമാണ്. സംവരണ വിഷയത്തിൽ രാജ്ബാർ ബി.ജെ.പിക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിരുന്നു. ഒ.ബി.സി വിഭാഗത്തിന് ഉപസംവരണം അനുവദിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സംവരണ വിഷയത്തിൽ തങ്ങളുടെ ആവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അംഗീകരിച്ചില്ലെങ്കിൽ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് രാജ്ബാർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗക്കാർക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് രാജ്ബാറിന്റെ എസ്.ബി. യു.പിയിൽ ബി.ജെ.പിയുമായി ഒരിക്കലും സഖ്യമുണ്ടാക്കില്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ലക്നൌവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യു.പിയിൽ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കില്ല. മഹാരാഷ്ട്രയിലും ബി.ജെ.പി ശിവസേന സഖ്യം ഉടക്കിലാണ്. എസ്.ബി.യുമായി സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. പിന്നോക്ക വിഭാഗക്കാർക്കിടയിൽ സ്വാധീനമുള്ള എസ്.ബിയെ കൂടെ ചേർത്താൽ വൻ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു. അയോധ്യ വിഷയം ഉന്നയിച്ച് പ്രചാരണം നടത്താനാണ് ശിവസേനയുടെ നീക്കം. തീവ്ര ഹിന്ദുത്വമാണ് അവർ ആയുധമാക്കുന്നത്. എന്നാൽ ബി.ജെ.പിയും ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഇതുതന്നെ. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഭിന്നിക്കുമെന്ന ഉറപ്പാണ്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും ഇതിന്റെ ഫലം. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ അടുത്തിടെ അയോധ്യ സന്ദർശിച്ചിരുന്നു. അയോധ്യയിൽ വൻ റാലിയും സംഘടിപ്പിച്ചു. മുംബൈയിൽ നിന്ന് ശിവസേന പ്രവർത്തകർ അയോധ്യയിലെത്തി പ്രചാരണം നടത്തുകയും ചെയ്തു. അയോധ്യ വിഷയം കൂടുതൽ സജീവമാക്കാനാണ് ശിവസേനയുടെ തീരുമാനം. അയോധ്യ വിഷയത്തിൽ ബി.ജെ.പി പിന്നോക്കം പോയെന്ന് ശിവസേന ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സഖ്യം വരുന്നത്. ബി.ജെ.പി, ശിവസേന, എസ്.ബി എന്നീ കക്ഷികളെല്ലാം പിടിക്കുന്നത് ഒരേ വോട്ടുകളാണ്. ഇത് കോൺഗ്രസിനും എസ്.ബി സഖ്യത്തിനും ഗുണം ചെയ്യുമെന്നും ഉറപ്പാണ്. ശിവസേന നേതാവ് ബാൽ താക്കറെയുടെ ജീവചരിത്രം സിനിമയാക്കുന്നുണ്ട്. നവാസുദ്ദീൻ സിദ്ദീഖിയാണ് നായകനായി അഭിനയിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ടാണ് സഞ്ജയ് റാവത്ത് ലക്നൌവിൽ എത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുതിയ സഖ്യം വരുമെന്ന് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കി കൂടുതൽ സീറ്റ് നേടാനാണ് ശിവസേന ശ്രമിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി ശിവസേന സഖ്യം ഉടക്കിലാണ്. ബി.ജെ.പി സർക്കാരിന്റെ പല നിലപാടുകളോടും പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ശിവസേന. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തനിച്ചു മത്സരിക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. എന്നാൽ ബി.ജെ.പി മറിച്ചും പറയുന്നു. സഖ്യകക്ഷികൾക്ക് വേണ്ടി തങ്ങളുടെ വാതിൽ എപ്പോഴും തുറന്നിടുമെന്ന് മഹാരാഷ്ട്ര ബി.ജെ.പിയുടെ മുഖ്യവക്താവ് മാധവ് ഭണ്ഡാരി പറഞ്ഞു. ശിവസേനയും ബി.ജെ.പിയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരുന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ സഖ്യം ഒഴിവാക്കേണ്ട സാഹചര്യമില്ലെന്നും മാധവ് ഭണ്ഡാരി വ്യക്തമാക്കി. തീർച്ചയായിട്ടും ശിവസേനയുടെ നേതൃത്വത്തിൽ വരുന്ന ഈ മഹാസഖ്യം ബി.ജെ.പിക്ക് ഒരു തലവേദന തന്നെയാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ എസ്.പിയും ബി.എസ്.പിയും ഒരു മഹാസഖ്യം ഇതിനോടകം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല എൻ.ഡി.എ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് ശിവസേന. അതുകൊണ്ട് തന്നെ ശിവസേനയെ ചേർത്തുപിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ബി.ജെ.പി. അതിന്റെ ഭാഗമായി ശിവസേന നേതാവ് ബാൽ താക്കറെയ്ക്ക് വേണ്ടി 100 കോടിയുടെ ഒരു പ്രതിമ പണിഞ്ഞ് ശിവസേനയെയും ശിവസേനയുടെ നേതാക്കളെയും വറുതിയിലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും അമിത് ഷാ നടപ്പിലാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.